അപ്പം ട്രംപിന്റെ മറ്റു ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ ടിക്ടോക്കുമായി ബന്ധപ്പെട്ട് ഈ വെള്ളിയാഴ്ച സുപ്രീം കോടതിന്റെ ഇതനുസരിച്ച് ടിക്ടോക്ക് ബാൻ ഡേ അന്നായിരുന്നു. എന്നാൽ ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നത് തിങ്കളാഴ്ച 20-ാം തീയതി, സുപ്രീം കോടതിന്റെ വിധി അവസാനിക്കുന്ന ദിവസം. എന്നാൽ ട്രംപ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തൊക്കെയാണ് ടിക്ടോക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ടിക്ടോക്ക് അതല്ലെങ്കിൽ അമേരിക്കയിൽ ഇത് ബാൻ ചെയ്യാനായിട്ടുള്ള തീരുമാനം വന്നതിനെ കുറിച്ച് താങ്കളുടെ? ആദ്യമേ തന്നെ ടിക്ടോക്കിനെ അമേരിക്ക ബാൻ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ സൺഡേ ആയിരുന്നു ലാസ്റ്റ് തീയതി ടിക്ടോക്ക് അമേരിക്കയിലുള്ള പ്രവർത്തനത്തിന് കൊടുത്ത അനുമതി. ടിക്ടോക്ക് ഇന്നലെ മുതൽ അപ്രത്യക്ഷമായി ആപ്പ് സ്റ്റോറിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി. ട്രംപിന്റെ പ്രീ ഡിന്നർ, അതായത് അദ്ദേഹത്തിന്റെ പാർട്ടി ഇന്നലെ ഡിന്നറിൽ അദ്ദേഹം അനൗൺസ് ചെയ്തു ടിക്ടോക്ക് ഈസ് ബാക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. ടിക്ടോക്ക് ഈസ് ബാക്ക്, അതായത് ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഇതിനെ എടുക്കുന്ന തലേ ദിവസം അദ്ദേഹം പറഞ്ഞു ടിക്ടോക്ക് ഈസ് ബാക്ക് എന്ന് പറയുന്ന ആവേശം പറയുമ്പോൾ ടിക്ടോക്ക് എന്താണ് ഈ സംഭവം, അമേരിക്കയിൽ എന്താണ്? കാരണം നമ്മൾ ചിന്തിച്ചു നോക്കണം, ഇന്ത്യയിൽ ടിക്ടോക്ക് ഗാൽവനിൽ നടന്ന ആ ഒരു പട്ടാളത്തിന്റെ ആക്രമണം, ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യയിൽ സെൻസിറ്റീവ് ആയിട്ട് ബാൻ ചെയ്തു. അതായത് തീരുമാനങ്ങൾ നമ്മൾ ഇമോഷൻസിൽ എടുക്കാൻ പാടില്ല. ഇമോഷൻസ് ബിസിനസ് ഇമോഷൻസ് नहीं होगा, ബിസിനസ് करना पड़ेगा, सेंटिमेंट से कभी नहीं करना. അപ്പൊ വ്യാപാരിയാണ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. അപ്പൊ ടിക്ടോക്ക് ഒരു വർഷം അമേരിക്കയുടെ $22 ബില്യൺ അമേരിക്കൻ GDP-യിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു. അത് മാത്രമല്ല 2 ലക്ഷം ജോലി കൊടുക്കുന്നുണ്ട്. 2 ലക്ഷം ജോലി 22 ബില്യൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ ട്രംപ് പറഞ്ഞൊരു കാര്യം, ടിക്ടോക്കിനെ ബാൻ ചെയ്യാൻ സാധിക്കില്ല. ബാൻ ചെയ്താൽ ബിസിനസ് വേറെ രാജ്യങ്ങൾക്ക് പോകും. ടിക്ടോക്കിനെ എന്തുകൊണ്ട് ബാൻ ചെയ്തു? 3 കാര്യങ്ങളുള്ള. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി പ്രോബ്ലം. ടിക്ടോക്കിന്റെ ഓണർഷിപ്പ് ചൈനീസ് കമ്പനി ബൈറ്റ് ഡാൻസിലാണ്. അപ്പൊ അതുകൊണ്ട് ടിക്ടോക്കിന്റെ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ചൈനീസിലാണ്. അതാണ് മെയിൻ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്ന കണ്ടന്റ്സ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പൊ താങ്കൾ ഒരു റിപ്പബ്ലിക്കാന്ന് വിചാരിക്കാം. അപ്പൊ താങ്കൾ റിപ്പബ്ലിക്കൻ ആണെങ്കിൽ നമുക്ക് താങ്കളിലേക്ക് ഡെമോക്രാറ്റ് കണ്ടന്റ്സ് ഇൻജെക്ട് ചെയ്യാൻ പറ്റും. അൽഗോരിതത്തിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ കാരണം അൽഗോരിതം മാനിപ്പുലേഷൻ, ഡാറ്റ പ്രൈവസി. മൂന്നാമെന്ന് പറയുന്നത് നമുക്കൊരു ഒരാളുടെ ഫോണിൽ നിങ്ങളിപ്പം ടിക്ടോക്ക് ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മാൽവെയർ ഇൻജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതാണ് കാരണങ്ങൾ, അതായത് ഈ പറയുന്ന ടിക്ടോക്കിനെ ബഹിഷ്കരിക്കാനുള്ള കാരണങ്ങൾ. അപ്പൊ ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്തിരിക്കുകയാണ് 90 ദിവസത്തേക്ക് ടിക്ടോക്കിനെ സമയം കൊടുത്തിരിക്കുകയാണ്. ഈ 90 ദിവസം കൊണ്ട് ടിക്ടോക്കിനെ ട്രംപ് അല്ലെങ്കിൽ മസ്കോ വാങ്ങിക്കും, നിസ്സാര പൈസക്ക് വാങ്ങിക്കും. അപ്പൊ ബെനിഫിറ്റ് ആർക്കാ? അമേരിക്കക്ക്, ട്രംപിന് ബെനിഫിറ്റ് ഉണ്ടായി. ഇത് നമ്മൾ പറയും ഇമോഷൻസിന് പുറത്ത് പെട്ടെന്നൊക്കെ ബാൻ ചെയ്താൽ ബിസിനസ് പോവാണ്. ചെറിയ ചെറിയ ബിസിനസ്സുകൾ എല്ലാം ടിക്ടോക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ചെറിയ റെസ്റ്റോറന്റുകള്, ചെറിയ വീട്ടിൽ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവരൊക്കെ അവരുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ടിക്ടോക്കിൽ കൂടിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെയൊക്കെ ലൈഫ് കൂടി ഇല്ലാണ്ട് പോവാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രസിഡന്റിന്റെ, ട്രംപ് മാത്രമല്ല ട്രംപിന്റെ കൂട്ടാളികളൊക്കെ എത്രമാത്രം ഒരു സംഭവത്തെ അവർ നോക്കി കാണുന്നു. അങ്ങനെ ടിക്ടോക്കുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. ഇനി താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾ ഒരു പട്ടാളക്കാരനാണ്, മുൻ പട്ടാളക്കാരനാണ്, പോലീസുകാരനാണ്. ട്രംപ് ഇന്ന് എക്സിക്യൂട്ടീവ് ഓർഡർ പ്രഖ്യാപിക്കാൻ പോവാണ്, ബോർഡർ എമർജൻസി. അതായത് ബോർഡർ പെട്രോളാണ് ഇപ്പം അല്ലെ കൺട്രോള്. അവരുടെ കൂടെ നാഷണൽ ഗാർഡുകളും ഒരുപക്ഷെ പട്ടാളവുമായിരിക്കും ഇനി ബോർഡർ നിയന്ത്രിക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഇത് സാധ്യമാണോ? ആദ്യമായിട്ട് അദ്ദേഹം ഇതിന് നിയോഗിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് തോമസ് ഹോമൻ, ബോർഡർ സാർ. അപ്പൊ ഈ ഒരു ഇദ്ദേഹത്തിന്റെ അണ്ടറിലായിരിക്കും ഫെഡറൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയായ ഐസ് പ്രവർത്തിക്കാൻ പോകുന്നത്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇദ്ദേഹം കഴിഞ്ഞ ന്യൂയോർക്ക് ടൈംസ് അങ്ങനെയുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് അടുത്ത ആഴ്ച തന്നെ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ചിക്കാഗോയിൽ വളഞ്ഞിട്ട് പിടിച്ച് കുറച്ച് ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 18,000-ഓളം അൺഡോക്യുമെന്റഡ് ആൾക്കാർ ഇന്ത്യയിലുണ്ട്. അപ്പൊ ട്രംപ് മുൻകാലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അത് ഇന്ത്യ ഗവൺമെന്റ് തന്നെ അവരുടെ ചെലവിൽ അവരുടെ സിറ്റിസനെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നായിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ 47% ആൾക്കാർ ജീവിക്കുന്നത് വെൽഫെയറിലാണ്. സോഷ്യൽ സെക്യൂരിറ്റി, EBT, ഫുഡ് സ്റ്റാമ്പ് ഒക്കെ വാങ്ങി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങിയാണ് അവര് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ ട്രംപിന് എല്ലാവരും ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യുക. അതായത് ഇത്തരം തൊഴിൽ, വർക്ക് ഫോഴ്സ്, ഇല്ലീഗൽ അൺഡോക്യുമെന്റഡ്
20 മില്യൺ, ഒരു 15 മില്യൺ, ഒരു കോടി 30 ലക്ഷം ആൾക്കാരെ വർക്ക് ഫോഴ്സിൽ നിന്നും ഈ രാജ്യത്തിന്റെ വർക്ക് ഫോഴ്സിൽ നിന്ന് എടുത്ത് മാറ്റിയാല് ഒപ്പം തന്നെ അവരുണ്ടാക്കുന്ന എക്കോണമി എന്ന് പറയുന്നത് $2 ട്രില്യൺ ആണ്. ഇവരെടുത്ത് മാറ്റുമ്പോ ആരായിരിക്കും ആ തൊഴിൽ ചെയ്യാൻ പോകുന്നത്? അതിനുള്ള ഉത്തരമാണ് ഇപ്പൊ നമുക്കറിയാം, വിവേക് രാമസ്വാമിന്റെ, എലോൺ മസ്കിന്റെ ഇവർ സർക്കാരിന് പുറത്തു നിന്ന് ഡോജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ 1,30,00,000 ആൾക്കാരെടുത്താലും 47% അമേരിക്കൻ പോപ്പുലേഷനില് 65 വയസ്സിന് മേലെ സോഷ്യൽ സെക്യൂരിറ്റി വാങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരു 50 വയസ്സിന് താഴെയുള്ള ആൾക്കാര് ഇതിന്റെ വെൽഫെയറും വാങ്ങി വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം. താങ്കൾ പറയുന്ന വെൽഫെയർ വാങ്ങിച്ച് വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തു കൊണ്ടുവരുന്നാണ് പറയുന്നത്. വെൽഫെയർ ബ്ലോക്ക് ചെയ്യും. ബോർഡറിൽ എന്തായിരിക്കും അവസ്ഥ? ബോർഡറിലും അദ്ദേഹം കഴിഞ്ഞ 2016 മുതൽ 2020 വരെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു മതില് പണിതു. ഈ മതില് പണിയാൻ ഈ പട്ടാളക്കാരെ വിനിയോഗിക്കുന്നു പറഞ്ഞു, നടക്കൂ? അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള അധികാരം ഓർഡർ ഉണ്ട്. അതിലും ഉപരിയായിട്ട് കഴിഞ്ഞ തവണ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ മെക്സിക്കോയിൽ പോയിട്ട് മെക്സിക്കോയുമായിട്ട് ഒരു ധാരണയിലെത്തി. ചെലവൊക്കെ അമേരിക്ക ക്യാച്ച് ആൻഡ് റിലീസ് അല്ല, അമേരിക്കയിൽ വരുന്ന റെഫ്യൂജി, അസൈലം സീക്കേഴ്സ് ഒക്കെ ഉള്ളവരെ മെക്സിക്കോയിൽ നിലനിർത്തുക, അവർക്ക് വേണ്ട പരിരക്ഷ നൽകി, ചെലവ് നൽകി, അവരുടെ നിയമവശങ്ങളെല്ലാം മെക്സിക്കോയിൽ നടത്തി, അതിനുശേഷം ഹൂ എവർ ഈസ് എലിജിബിൾ ഫോർ അസൈലം ഓർ റെഫ്യൂജി ക്യാൻ എൻറ്റർ. അപ്പൊ അത് വീണ്ടും നടപ്പിലാക്കും. അത് ബൈഡനും കമല ഹാരിസും അധികാരത്തിൽ വന്നപ്പോ ആ ഒരു ധാരണ എടുത്തു മാറ്റി അത് വീണ്ടും നടപ്പിലാക്കി. വീണ്ടും മെക്സിക്കോയുമായിട്ട് ഒരു ധാരണയിലെത്തിയാല് ഈ വരുന്ന അഭയാർത്ഥികളെ മെക്സിക്കോയിൽ നിർത്തി അതിന്റെ ചെലവ് അമേരിക്ക വഹിക്കുക, എന്നിട്ട് ആവശ്യക്കാരെ മാത്രം ഇങ്ങോട്ട് എടുക്കുക എന്നതായിരിക്കും ഒരു പോളിസി. അപ്പൊ വളരെ സുപ്രധാനമായിട്ടുള്ള ദിവസമായിരിക്കും ഇന്ന് വൈകിട്ട്. ഇപ്പൊ ഇവിടെ പ്രാദേശിക സമയം ഏകദേശം ഉച്ച 2 മണിയായിട്ടുണ്ട്. ഇപ്പൊ ട്രംപ് അധികാരമേറ്റു. ട്രംപ് 47ാമത്തെ പ്രധാനമന്ത്രി അല്ല രാഷ്ട്രപതി അധികാരമേറ്റു. ബൈഡൻ പുറപ്പെട്ട് കാണും അല്ലെ? ബൈഡനെ ഇവിടുന്ന് അവസാനമായിട്ട് ഒരു എയർഫോഴ്സ് വണ്ണിൽ അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് ഇവിടുന്ന് കൊണ്ടുപോയി. അതാണ് കഴിഞ്ഞ തവണ ഒബാമ ഇറങ്ങിപ്പോയ സമയത്ത് ഒബാമ പോയത് കാലിഫോർണിയയിലെ പാം സ്പ്രിങ്സ് എന്ന സ്ഥലത്ത് അവസാന യാത്ര. നമുക്ക് കാണാൻ വൈറ്റ് ഹൗസില് സ്നൈപ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ മുകളിലായിട്ട് സ്നൈപ്പേഴ്സ് തോക്കൊക്കെ പിടിച്ച ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഫുൾ കവേർഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ഇത്രയും സുരക്ഷിതമായിട്ട് ഈ പ്രദേശം ഇന്ന് വരെ കണ്ടിട്ടില്ലേ നമ്മള്. പത്രക്കാരുണ്ട്, പലതരത്തിലുള്ള ചാനൽ, ലോകത്തിന്റെ പല ഭാഷകളും നമ്മളിവിടെ കാണുകയുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്നവര്, ഇറ്റാലിയൻ, എത്ര ആൾക്കാർ ആവേശത്തിലാണ്. എന്തുകൊണ്ടായിരിക്കും? കാരണം താങ്കൾ ഇത് മുമ്പ് വന്നിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എത്ര മാത്രം ജനങ്ങൾ ആവേശം? കാരണം ജനങ്ങള് അമേരിക്കൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ അമേരിക്കൻസ് ഇൻഫ്ലേഷൻ കാരണം എക്കോണമി തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, യുദ്ധങ്ങൾ നടക്കുന്നു. ഈ ഒരു ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അധികാരി എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം വരുത്തുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. സാമ്പത്തികമായിട്ട് അവരുടെ ഇപ്പൊ ഇന്ത്യയുടെ എക്കോണമി ആയിക്കോട്ടെ, അങ്ങനെ പല രാജ്യങ്ങളുടെ എക്കോണമിനെ ബാധിക്കുന്ന യുദ്ധങ്ങള്, അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ ട്രംപ് വരുന്നത് വളരെയധികം മാറ്റങ്ങൾ. അതായിരിക്കും ജനങ്ങൾ ഇത്രയും ആവേശം വരുന്നത്. തീർച്ചയായിട്ടും വൈകുന്നേരം 5 മണിക്ക് ട്രംപ് 20,000 ട്രംപിന്റെ സപ്പോർട്ടേഴ്സിനെ ഇവിടെ അഭിസംബോധന ചെയ്യും. അതിനു വേണ്ടിയാണ് ട്രംപിന്റെ ഈ പറഞ്ഞ ആരാധകരൊക്കെ ട്രംപിന്റെ തൊപ്പി, ട്രംപിന്റെ ടീഷർട്ട്, ട്രംപിന്റെ ഗ്ലൗസ് ഒക്കെ അണിഞ്ഞു വരുന്നത്. 5 മണിക്ക് ട്രംപ് അവരെ അഭിസംബോധന ചെയ്യും. അതിനുശേഷമാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പിടാൻ പോകുന്നത്. അപ്പം നമുക്കിന്ന് അറിയാൻ പറ്റും എന്തൊക്കെയായിരിക്കും ട്രംപ് ഒപ്പിടാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ആയിരിക്കും. രണ്ടാമത് ടിക്ടോക്കിന്റെ എക്സ്റ്റൻഷൻ. മൂന്നാമത് സാമ്പത്തികമായിട്ടുള്ള കെന്നഡിയുടെ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തുവിടും. ജോൺ ഓഫ് കെന്നഡി അത് ഇന്ന് പുറപ്പെടുന്നതായി. അപ്പൊ നമുക്ക് ഇന്ന് വൈകുന്നേരം നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലെ? അതെ. അപ്പൊ നിങ്ങൾ സൈൻ ഓഫ് ചെയ്യുന്നു. വീണ്ടും വൈറ്റ് ഹൗസ് ഉണ്ട്, വാഷിംഗ്ടൺ മോണ്യുമെന്റ് ആണ് കാണുന്നത്, പത്രക്കാരുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് ഇതിന്റെ വിവരങ്ങൾ അറിയാം.